ഹായ് ഹലോ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ആദ്യം തന്നെ ക്ലെൻസിങ് ആണ്. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അലോവേറ ജെല്ല് അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അബ്സോർബ് ആവട്ടെ. ഇത് നമ്മുടെ ഒരു ബോഡി ലോഷനാണ്. അത് നമുക്കൊന്ന് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫൗണ്ടേഷൻ കുറച്ചൊന്ന് അതിൽ കുറച്ചിങ്ങനെ ഡിപ്പ് ചെയ്യുക. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആക്ച്വലി ഫേസിലും കഴുത്തിലും ഈവണായിട്ട് അപ്ലൈ ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലേ. ഇനി നമുക്കിത് വെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാനിത് വെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ ഈ സ്പോഞ്ചിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, കൂടുതലും ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയതും അവസാനിക്കുന്നതും ഏകദേശം ഒരേ ലുക്കാണല്ലോ, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സേ നോക്കാറുള്ളൂ. അതായത് ഒരു ചെറിയൊരു ഗ്ലോ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കൺസീലർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കണ്ണെഴുതി കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ പുരുക എഴുതി കൊടുക്കുന്ന പോലെ ഭയങ്കരമായിട്ട് അറിയും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. യെസ്, അത് കഴിഞ്ഞു. നമുക്കിനി ഒന്ന് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇതിനേക്കാളെല്ലാം നന്നായി എൻ്റെ അനിയത്തിമാർ കണ്ണെഴുതും. അപ്പോൾ നമ്മുടെ കണ്ണ് ഏകദേശം ഓക്കെയാണ്. ഇനി നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴെ കൂടെ ഒന്ന് വരയ്ക്കാം. ഞാൻ ആദ്യമായിട്ട് തോന്നുന്നു ഇത്രയ്ക്ക് നന്നായി കണ്ണെഴുതുന്നത്. ഇനി നമുക്ക് മസ്കാര. ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഷേപ്പിൽ നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ലിപ്പ്. ഇനി ലിപ്സ്റ്റിക്. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തൊക്കെ. കാരണം എൻ്റെ എന്തായാലും കണ്ണൊക്കെ ഈ പരക്കാൻ ചാൻസ് ഉണ്ട്. കണ്ണ് കൂടുതലും എൻ്റെ പരക്കാറുണ്ട്.
ഇതിൽ തന്നെ കുറച്ച് ബ്ലഷ്. എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഇപ്പം എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ, ചെയ്താണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഓവറില്ലല്ലോ? ഇല്ല. ഓക്കെ, കുറച്ച് നമുക്ക് ഇവിടെ ബ്ലഷ് കൂടെ ആയിട്ട് ചെയ്യാം. നമുക്കിനി ഒന്ന് ഒരു പൊട്ട് തൊടാം. ഓക്കെ, ഡൺ. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ സ്ട്രോക്ക് ക്രീം അതൊന്ന് ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാം ഓക്കെ ആയിരിക്കുവാണ്. ഇവിടെ ഇയറിങ് എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാംഗിൾസും ബാക്കി ഹെയർ സ്റ്റൈലെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് അതോടെ തീർന്നു. നമ്മുടെ ഇവിടെ ഫൈനൽ ലുക്ക് ആയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.